പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തിയ ഒരു വചനം മത്തായി സുവിശേഷം 28 അധ്യായം അതിൻ്റെ അവസാനത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടിയിരിക്കും. എന്തൊരു വലിയ വാഗ്ദത്തമല്ലേ! ലോകത്തിൻ്റെ അവസാനം വരെ എല്ലാ നാളും, ചില ദിവസങ്ങൾ മാത്രമല്ല, എല്ലായ്പ്പോഴും ഓരോ നിമിഷവും കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ ഏകയാള് ദൈവം, യേശു, ദൈവ സാന്നിധ്യം. അതിനേക്കാൾ കൂടുതൽ വരെ എന്താ വേണ്ടേ? 121 സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. നോക്കിക്കേ, നമ്മളൊക്കെ ഉറങ്ങുമ്പോഴും നമുക്കായി ഉറങ്ങാതെ കാത്തിരുന്ന് നമ്മളെ പരിപാലിക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ഏകയാ എന്നുള്ള ഫീലിംഗ് ഒന്നും വേണ്ട. ധൈര്യപ്പെടുക. ലോകത്തിൻ്റെ അവസാന നിമിഷം വരെ, എവ്രി ഡേ, എവ്രി മൊമെൻറ്റ് നമ്മളുടെ കൂടെ ഇരിക്കാമെന്ന് വാക്ക് തന്ന കർത്താവിൻ്റെ മാർവിലേക്ക് ചാരുക. ആ യേശുവിൽ മാത്രം ആശ്രയിക്കുക. മാറിപ്പോകുന്ന മാനുഷിക വാഗ്ദത്തങ്ങൾക്കൊന്നും വലിയ വില കൊടുക്കരുത്. കർത്താവിനെ സ്നേഹിക്കുക, കർത്താവിൽ ആശ്രയിക്കുക. അവിടുന്ന് നിങ്ങളെ ഒരിക്കലും കൈവിടത്തില്ല, തള്ളിക്കളയത്തില്ല, അനാഥരായി വിടത്തില്ല. അവിടുത്തെ കരങ്ങളിൽ നാം ഓരോരുത്തരും സുരക്ഷിതരാ. അവിടുന്ന് അനുവദിക്കാത്തതൊന്നും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകി തന്ന അഷ്വറൻസിനായി സ്തോത്രം. എല്ലായ്പ്പോഴും ഞങ്ങളുടെ കൂടെ ഇരിക്കാം എന്ന് വാക്ക് തന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കുന്നതിന് നന്ദി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും അങ്ങയെ അനുഭവിക്കട്ടെ. അങ്ങയിലുള്ള സമാധാനം തിരിച്ചറിയട്ടെ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്ന നാഥ, മഹത്വം അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ് യു.